അങ്ങനെ വെറുതെ മനുഷ്യനോട് പറഞ്ഞു, മനുഷ്യരുടെ മോളെ ഒന്ന് സ്റ്റേജിൽ കയറ്റി പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ വെറുതെ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതാണ്. മണിച്ചേട്ടൻ പറഞ്ഞു അതെങ്ങനെയുണ്ടോ ശരിയാവാന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കെന്തോ ഒരു വിഷമമായി. അങ്ങനെ ഞാൻ പിന്നെ കുഴപ്പമില്ല ഞാൻ ഇറങ്ങിയപ്പോൾ മണിച്ചേട്ടൻ എന്തോ ഫീൽ ചെയ്തു. മണിച്ചേട്ടൻ പറഞ്ഞു നീ പോവല്ല അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മണിച്ചേട്ടൻ എന്നെ അവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാനും മോളവിടെ നിന്നു. പിന്നെ മണിച്ചേട്ടൻ സ്റ്റേജിൽ കയറിയിട്ട് പറഞ്ഞ ഡയലോഗാണ് എനിക്ക് വിഷമമായത്. മണിച്ചേട്ടൻ പറഞ്ഞു മണിമാമൻ്റെ 3 വയസ്സുള്ള ഒരു കുഞ്ഞ് ആരാധിക ഇവിടെ ഉണ്ട്, ആ മോളെ സ്റ്റേജിൽ വിളിക്കുക. എന്നിട്ട് മോള് അവൾക്കന്ന് പാടാൻ അറിയുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അവൾ ഓടപ്പാടം എന്നുള്ള പാട്ട് മണിച്ചേട്ടൻ്റെ കൂടെ 2 പേര് പാടി. ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ അങ്ങനെ മണിച്ചേട്ടൻ ഞാൻ അങ്ങനെ പോവാ എന്ന് പറയാ. ഗ്രീൻ റൂമിൽ ചെന്നപ്പോൾ മണിച്ചേട്ടൻ നാദൃഷ്യോട് പറയാണ് എടാ നിനക്ക് ഇവനെ മനസ്സിലായില്ലേ നമ്മുടെ അറുമുവേട്ടൻ്റെ മോനാന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് സങ്കടം വന്നത്. ആ ബാക്കിൽ പറഞ്ഞത് ഈ ആയിരക്കണക്കിന് ആൾക്കാരുള്ള സ്ഥലത്താണ് പറയുന്നതെന്നുണ്ടെങ്കിൽ വേറെ അതിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ നമുക്കൊരു സന്തോഷമാണ് കലാഭൻ മണിയെ പോലെ ഒരാൾ, ഇത്രയും ആരാധകർ, ഇത്രയും കത്തി നിൽക്കുന്ന ഒരാൾ നമ്മളെപ്പറ്റി പറയുന്നു, അച്ഛനെ പറ്റി പറയുന്നു എന്ന് കേൾക്കാൻ ഉള്ളൊരു, നമ്മൾ ആരുമല്ല എന്നുള്ള പോലെ പബ്ലിക്കിനോട് പറയുകയും അകത്ത് വന്ന് നമ്മൾ ഭയങ്കര സ്വന്തമാണെന്ന് പറയുകയും ചെയ്യുന്ന ആ ഒരു ഇരട്ടത്താപ്പ് ഭയങ്കര സങ്കടം ഉണ്ടാക്കി. ആ ഒരു അനുഭവം ഭയങ്കര സങ്കടമുള്ള അനുഭവമാണ്. C27 വിസ്മയങ്ങളുടെ കാണാപ്പുറങ്ങൾ.